സാംസോണിസ്റ്റിന് കുറേ ദിവസം കൊണ്ട് കുറേ പേരുടെ പോസ്റ്റ് കാണുന്നു. പറയുമ്പോൾ പാസ്റ്റേഴ്സിൻ്റെയൊക്കെ തന്നെ എല്ലാ പാസ്റ്റർമാരുടെ എല്ലാ പാസ്റ്റർമാരും അല്ല പറയുന്നത്, ചിലരുടെയൊക്കെ. എന്നിട്ട് അവരുടെ പോസ്റ്റ് കണ്ടിട്ട് എന്താണ്, നിനക്കൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, നിനക്ക് എന്താണ്, നിൻ്റെ വീട്ടിൽ സമ്പത്ത് വരും, നിൻ്റെ വീട്ടിൽ ലംബോർഗിനി വരും, നിൻ്റെ വീട്ടിൽ എന്താണ് ഫ്ലൈറ്റ് വരും എന്നൊക്കെ പറഞ്ഞുള്ള കുറേ പോസ്റ്റുകളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെയുള്ളതാണെങ്കിൽ ആ വ്യക്തിയുടെ പേരും അഡ്രസ്സും കൂടെ പറയണം. ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ചതാണെങ്കിൽ അത് എല്ലാം കൂടെ പറയണം. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അഡ്രസ്സും പറയാം, പിന്നെ അല്ലാതെ പേരും കൂടെ പറയാം, എവിടെയാണ് സ്ഥലം എല്ലാം പറയാം. എന്തിനാ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന കുറേ കള്ളപ്രവാചകന്മാരുണ്ട്, ആവശ്യമില്ലാത്ത കുറേ പോസ്റ്റുകൾ ഇറക്കി അതിനൊത്ത് തുള്ളിച്ചാടാൻ വേണ്ടിയിട്ട് കുറേ വിശ്വാസികളുണ്ട്. എവിടെ ഈ കള്ളപ്രവാചകന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ഈ വിശ്വാസികളാണ്. എവിടെ തുള്ളിച്ചാട്ടം ഉണ്ടോ അവിടെ പോകും. എവിടെ ഏത് സ്റ്റേജിൽ കയറി ഇങ്ങനെ പുകയും മറ്റതും എല്ലാം ഇങ്ങനെ കാണിക്കുന്ന അവിടെയാണ് പോകുന്നത്. ദൈവത്തിന് 2ാം സ്ഥാനം ഇങ്ങനെയുള്ള കള്ള പാസ്റ്റർമാർക്ക് ഫസ്റ്റാണ് കൊടുക്കുന്നത്. ഇനിയും തിരിച്ചറിയും, ഈ കള്ളപ്രവാചകന്മാരെ പ്രോത്സാഹിപ്പിക്കരുത്. ഇതിൽ ഞാൻ ഈ പോസ്റ്റ് കാണുമ്പോൾ അതിൽ അത്രയും അന്യ മതക്കാരാണ് വന്ന് കമൻ്റ് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഞാനൊരു കാര്യം പറ്റും, ആരും പെർഫെക്റ്റ് അല്ല. ഞാൻ പറയുന്ന ഞാനും പെർഫെക്റ്റ് അല്ല. പക്ഷേ ഈ അന്ത്യകാലത്ത് ഈ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ടത് ഇങ്ങനെയുള്ളതൊക്കെ എന്തിനാണ് ഇടുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒരു റൂമിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം അത് കേൾക്കും. നമുക്ക് ദൈവം തരും. ദൈവത്തിൻ്റെ ഉള്ളംകരങ്ങളിലാണ് നമ്മൾ ഈ ദൈവം. നമ്മുടെ ദൈവത്തിന് കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതൊന്നും അല്ല, എല്ലാം അത് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ ഇത് റൂമിലിരുന്ന് പ്രാർത്ഥിക്കാനും പിന്നെ സഭയിൽ വർഷിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ പോയി ചെന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. കുറേ എവിടെ ഈ കള്ളപ്രവാചകന്മാരോട് പ്രവചനം അതാണൊരു കാര്യം പറയട്ടെ. ഈ പാവപ്പെട്ട കുറേ ദേവദാസന്മാരുണ്ട്, അവരെ കൂടെ പറയിക്കരുത്. മാന്യമായിട്ട് സുവിശേഷ വേല ചെയ്യുന്ന ദേവദാസന്മാരുണ്ട്. സത്യസന്ധമായിട്ടുള്ള എല്ലാവരും നല്ല ദേവദാസന്മാരും ഉണ്ട്, അവരെയും കൂടെ പറയിക്കരുത് പ്ലീസ്. കുറേ പേരുണ്ട് തീയിൽ ചാടാൻ പറഞ്ഞാൽ തീയിൽ ചാടും വിശ്വാസികൾ, വെള്ളത്തിൽ ചാടാൻ പറഞ്ഞാൽ വെള്ളത്തിൽ ചാടും. ചിന്തിക്കില്ല. അവർക്ക് ദൈവമല്ല വലുത്, കള്ളപ്രവാചകന്മാരാണ് വലുത്. കോട്ടും സൂട്ടുമായിട്ട് ഇറങ്ങി സഭയിൽ കയറി അഴിഞ്ഞാടുന്ന കുറേ പേരുണ്ട്, അവരെയാണ് വലുത്. അത് കണ്ടുകൊണ്ട് വയ്യ. ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും ഈ പട്ടി ഷോ കാണിക്കുന്ന കുറേ പേരുണ്ട്. എൻ്റെ ദൈവമേ, ഇനി പഠിക്കാത്തത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അല്ലെ നമ്മുടെ പാവപ്പെട്ട ദേവസ്വന്മാരോടല്ല, അവിടെ ചെന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. എന്തിനും ഇങ്ങനെയൊക്കെ ഇത് കേൾക്കാൻ പോകുന്നത്? ദൈവം നിങ്ങൾക്കൊരു നന്മയുണ്ടെങ്കിൽ അത് സീക്രട്ടായിട്ട് ദൈവം ചെയ്യുള്ളൂ. പബ്ലിക് പ്ലേസിൽ അങ്ങ് വിളിച്ച് പറയത്തില്ല.